ഹലോ ഫ്രണ്ട്സ്, ഇവിടെ പേര് ഉരുളൻകിഴങ്ങിൽ നിന്നാണ് ഈ വൈദ്യുതി ഉണ്ടാക്കിയത്. ഇത് കണ്ടങ്ങള് 1 കിലോ ഉരുളൻകിഴങ്ങിൽ നിന്നും 1 ലിറ്റർ വൈദ്യുതി. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? യൂട്യൂബിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഉരുളൻകിഴങ്ങിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ട് ഫാന് തിരിയിക്കുന്നതും ടി വി വർക്ക് ചെയ്യിക്കുന്നതും വലിയ വലിയ ബൾബുകൾ തെളിയിക്കുന്നതും അങ്ങനെ ആയിട്ട് നിരവധി വീഡിയോസാണ് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഇത് കണ്ട ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, കടയിൽ പോയി കണ്ട് 2 കിലോ ഉരുളൻകിഴങ്ങ് കണ്ട് കൊടുന്നു. വീട്ടിലേക്ക് ഒരാഴ്ചക്കുള്ള വൈദ്യുതി ഉണ്ടാക്കാമല്ലോ, ബാക്കിയുള്ളത് അയൽവാസിക്കും കൊടുക്കാം. ഇതൊക്കെ കേട്ട് പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട കേട്ടോ. ഉരുളൻകിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 മെറ്റലുകളാണ് ചെമ്പും അതുപോലെ സിങ്കും. ചെമ്പിനായിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ ടൈലർ മെഷീനില്ലേ, അതിൻ്റെ ആക്സിലറേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു തരം കമ്പിയാണിത്. ഇത് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചെമ്പിൻ്റെ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി വേണ്ടത് സിങ്ക് പ്ലേറ്റുകളാണ്. ഇതിനായിട്ട് പുറത്തൊക്കെ പോയി കാശ് കളയേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ബാറ്ററികൾ, ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികൾ ചാർജ് കഴിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതുണ്ടായിരിക്കും. ഈ ഒരു ബാറ്ററിയിൽ നിന്നും സിങ്കിൻ്റെ വലിയ പ്ലേറ്റ് കിട്ടും. അത് നമ്മൾ പീസ് പീസാക്കി മുറിച്ചെടുത്താൽ മതി. ആദ്യം ഒരു കത്തി എടുത്തുകൊണ്ട് ഇതിന് മുകളിലുള്ള ഈ ഒരു സ്റ്റിക്കറൊക്കെ അങ്ങോട്ട് കീറിക്കളയാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു മെറ്റലാണ് സിങ്ക്. ഈ സിങ്ക് പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബാറ്ററി മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഇനി ഈ ഒരു സിങ്ക് പ്ലേറ്റിനെ നമ്മൾ അടർത്തിയെടുക്കണം. ഇതിനായിട്ട് ഹെക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കീറി മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിൽ നിന്നും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് അടർത്തിയാണ്ട് മാറ്റുക. എന്നിട്ട് ഇതിൽ നിന്ന് സിങ്ക് പ്ലേറ്റ് മാത്രം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു പ്ലേറ്റ് എന്ത് ചെയ്യുക, നല്ലോണം വൃത്തിയാക്കുക. ഇനി ഈ ഒരു സിങ്ക് പ്ലേറ്റിൽ നിന്നും ചെറിയ 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 പീസുകൾ നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ചെറിയ പീസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കത്രിക ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. കണ്ടോ, ഞാൻ മുറിച്ചെടുത്ത പീസുകളാണിത്. ഇനി നമ്മുടെ കൈവശമുള്ള ഈ ഒരു ചെമ്പ് പ്ലേറ്റുകളും അതുപോലെ സിങ്ക് പ്ലേറ്റുകളും നന്നായി ഈ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കി എടുക്കുക. ഇനിയാണ് നമ്മളുടെ പരീക്ഷണം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളൻകിഴങ്ങിലേക്ക് ഒരു സിങ്ക് പ്ലേറ്റും അതുപോലെ ഒരു ചെമ്പിൻ്റെ പ്ലേറ്റും ഇറക്കി വെക്കണം. ഇനി മൾട്ടിമീറ്റർ എടുത്തുകൊണ്ട് ഈ ഒരു ഉരുളൻകിഴങ്ങിലേക്ക് ഇറക്കി വെച്ച ഈ ഒരു പ്ലേറ്റുകളിൽ വോൾട്ടേജ് വല്ലതും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വാവ്, ഇതാ കണ്ടോ, 0.88 വോൾട്ട്. ഈ ഒരു ഒറ്റ ഉരുളൻകിഴങ്ങിൽ നിന്ന് കിട്ടിയ വോൾട്ടേജാണിത്, 0.88 വോൾട്ട്. അപ്പോൾ ഒരുപാട് ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരുപാട് വോൾട്ടേജ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇനി വേറൊരു ഉരുളൻകിഴങ്ങ് എടുത്തുകൊണ്ട് അതിലും ഇതുപോലെ പ്ലേറ്റുകൾ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലും 0.83 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 0.83. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ഉരുളൻകിഴങ്ങും ഈ ഒരു ഉരുളൻകിഴങ്ങും തമ്മിൽ സീരീസ് ആയിട്ട് ബാറ്ററി പോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 വോൾട്ടിന് മുകളിലായിട്ട് നമുക്കൊരു വോൾട്ടേജ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി വീണ്ടും ഒരു ഉരുളൻകിഴങ്ങ് എടുത്തുകൊണ്ട് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവയെല്ലാം തമ്മിൽ നമുക്കൊന്ന് സീരീസ് ആയിട്ട് ബന്ധിപ്പിച്ച് നോക്കാം. ഒരു സിങ്കും ഒരു കോപ്പറും അതുപോലെ മറ്റേ സിങ്കും മറ്റേ കോപ്പറും ഇങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഞാനിവിടെ ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഒരു വയറിൻ്റെ ഈ ഒരു ചെമ്പ് കമ്പിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഇനം വയറുകൾ ഉണ്ടെങ്കിൽ അതായാലും മതി, ഏതായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ആദ്യമായി ഈ ഒരു സിങ്ക് പ്ലേറ്റിനുമായിട്ട് ഈ ഒരു കമ്പി ബന്ധിപ്പിക്കുകയാണ്. ഇനി ഈ ഒരു കമ്പിയുടെ മറുതല ബന്ധിപ്പിക്കേണ്ടത് മറ്റേ ഉരുളൻകിഴങ്ങിൻ്റെ കോപ്പർ പ്ലേറ്റുമായിട്ടാണ്. ഇനി ഇതേപോലെ തന്നെ അടുത്ത ഉരുളൻകിഴങ്ങും ജോയിൻറ്റ് ചെയ്യുക. ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇവയിൽ ഇപ്പോൾ ടോട്ടൽ വോൾട്ട് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2.28 വോൾട്ട്. ഈ ഒരു 3 ഉരുളൻകിഴങ്ങിൽ നിന്നും കിട്ടിയത് 2.28 വോൾട്ടാണ്. ഇനി ഈ 2.28 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഒരു LED ഒക്കെ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു വോൾട്ടേജ് ആയി അല്ലേ? അപ്പോൾ നമുക്കൊരു LED ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ചെറിയ അളവിൽ ഈ ഒരു LED പ്രകാശിച്ചു വരുന്നത് കണ്ടോ? വളരെ ചെറിയ ഒരു അളവിലുള്ള ഒരു ഇലക്ട്രിക്കൽ കറണ്ട് മാത്രമേ ഇത്തരം ഉരുളൻകിഴങ്ങിൽ നിന്നും രൂപപ്പെടുത്താൻ സാധിക്കുള്ളൂ.
അല്ലാണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് കാണിച്ച പോലെ അത്രയും വലിയ വാട്സുള്ള ബൾബുകളൊന്നും ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഉരുളൻകിഴങ്ങിന് ഇല്ല. ഇനി കൂടുതൽ ഉരുളൻകിഴങ്ങുകൾ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഉരുളൻകിഴങ്ങിൽ നിന്നും വോൾട്ടേജ് കിട്ടുന്നുണ്ടെങ്കിലും മതിയായ ആംബിയർ കൂടി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ ഞാൻ വീണ്ടും ഒരു ഉരുളൻകിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഉരുളൻകിഴങ്ങ് 4 എണ്ണമാണ്. ഇനി ഈ ഒരു LED കത്തിച്ച് നോക്കാം. കണ്ടോ, ബ്രൈറ്റ് ഇത്തിരി കൂടി കൂടിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഒരു നല്ല ബ്രൈറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. എങ്കിലും ഇത് വലിയ അളവിലുള്ള ഒരു ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും ഈ ഉരുളൻകിഴങ്ങുകളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഒരുവിധം വീഡിയോസുകളെല്ലാം ഫേക്കാണെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഇതിൽ നിന്നും ഇലക്ട്രിക്കൽ കറണ്ട് രൂപപ്പെടുന്നില്ല എന്ന് നമുക്ക് വാദിക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ ഒരു സിങ്ക് പ്ലേറ്റും അതുപോലെ ചെമ്പ് പ്ലേറ്റും ഈ ഒരു ഉരുളൻകിഴങ്ങിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും അതൊരു ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ ഒരു ഇലക്ട്രോണുകളാണ് ഈ ഒരു LED പ്രകാശമായി മാറുന്നത്. ഇതിൻ്റെ കെമിസ്ട്രി എനിക്ക് അത്ര വശമില്ലാത്തതിനാൽ കൂടുതലൊന്നും ഞാൻ വിവരിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് അറിയുന്നവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു അറിവുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.